സേഫ്റ്റി അവർ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ. കാരണം ഇത്ര ടൂറിസ്റ്റ് വരുന്നതല്ലേ, ഒരുപാട് പാർക്കിംഗ് ചെയ്യാനും സ്ഥലമുണ്ട് കേട്ടോ വണ്ടിയുടെ അവിടെ. അവരുടെ തന്നെ വണ്ടി വിളിച്ച് പോകുകയാണ് എപ്പോഴും നല്ലത്. നമ്മൾ ട്രക്കിങ് പോകുമ്പോൾ നമുക്ക് ഈ ഐസൊക്കെ വീഴുന്ന ഈ സമയം ഞങ്ങൾ പോകുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വണ്ടി കയ്യിൽ നിൽക്കണമെന്നില്ല, സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവരാകുമ്പോൾ അവർക്ക് സ്ഥിരം എക്സ്പീരിയൻസ് ഉള്ള കാരണം കുഴപ്പമില്ലല്ലോ. നോക്കിക്കണ്ട അവരെ ആക്ടിവിറ്റി പക്ഷെ മടുക്കൂലാട്ടോ. ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ടാണ് വന്നത്. വൈകിട്ട് ഒരു സന്ധ്യ സമയമൊക്കെ ആയി കഴിഞ്ഞ് വന്ന് അതിനുശേഷം മണാലിയിൽ ആ മാർക്കറ്റൊക്കെ രാത്രി എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര വൈബായിരുന്നു. മണാലി ചെയ്തായിരുന്നു നമ്മൾ. ശരിക്കും അന്ന് നമ്മൾ രാത്രി ബസ്സിനെ കണ്ട് ഏർലി മോർണിംഗ് എത്തിയതിനു ശേഷം പോയി ഫ്രഷ് ആയി പിന്നെ അവിടേക്ക് ഒന്ന് ലോക്കൽ സൈറ്റ് സീയിങ് കണ്ടതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അന്നും ആ രാത്രി അവിടെയൊക്കെ ലോക്കലൊക്കെ കണ്ട് പിന്നെ അത് കാണുന്നുണ്ട് നമ്മുടെ അടുത്ത വീഡിയോസിൽ കാണാതെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. കാരണം നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് കിട്ടില്ലല്ലോ. ഐസ് സ്കീയിങ് എങ്ങനെ ലുലുവിൽ പോകണം, ലുലുവിൻ്റെ ഉള്ളുണ്ടല്ലേ ഐസ് സ്കീയിങ്ങിന്റെ. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് അതവിടെ കിട്ടില്ല. ഭയങ്കര ഇതാണ്. കുറേയൊക്കെ ശ്രമിച്ച് അങ്ങനെ, പക്ഷെ ഇത് കുറെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കൂട്ടോ. പക്ഷെ മേളിൽ നിന്ന് നമുക്ക് കാണാം കുറെ പേരൊക്കെ എക്സ്പീരിയൻസ് ആൾക്കാരൊക്കെ അവിടെ സ്കീം ചെയ്ത് മേളിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുമ്പോൾ വളരെ എളുപ്പമാണ് കാണും അല്ലേ. നമ്മുടെ ടോം ക്രൂസ് ഒക്കെ ചാടി വരുന്നൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ അത്ര വലിയ എളുപ്പമൊന്നുമല്ല. ഇത് ഒരു പറയാനാവാത്ത ഒരു സന്തോഷമാട്ടോ. അതാണ് എല്ലാവരും കൂടുതൽ മണാലി എന്നും പറഞ്ഞ് പോകുന്നത്. നമ്മൾ മണാലി കഴിഞ്ഞ് പിന്നെ പോകണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ആ ഒരു ടണലൊക്കെ കിടക്കുന്നുണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ ടണലൊക്കെ. അതൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോസിൽ വരുന്നുണ്ട്, ഓരോ വീഡിയോസിൽ വരുന്നുണ്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് നല്ല ഉള്ളത്. അതെ പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഐസൊക്കെ ആയിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ എന്താ ഉരുക്കി വെള്ളം വരുന്നത്. അപ്പൊ ഇതിനെ ലിങ്ക് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. അതിനെ ലിങ്ക് ചെയ്ത് വരുന്നതിൽ നമ്മൾ ആ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഉള്ള ഒരു റിവറിൽ കൂടിയാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ കാണാൻ. അതെ ഫാമിലിയും കുട്ടികളും എല്ലാം അടക്കം ഉണ്ട് കേട്ടോ ഇവിടെ. ഫാമിലിയെ കാണാൻ മലയാളത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും മലയാളത്തിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുമല്ലോ അവരെ കയ്യിലുണ്ടോ. എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ രസമാണ്. സമയം പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല. ഒരു നൂഡിൽസ് അല്ലെങ്കിൽ അങ്ങനെ മോമോസ് അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഇവിടെ അവിടെ നിന്ന് താഴെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അടിപൊളി നല്ല എൻജോയ് ചെയ്ത് പോകാം. അതെ അതെ ഒരിക്കലും മിസ് ചെയ്യാൻ പോകാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ പോകണം അങ്ങേയറ്റം മുതലേ. കാരണം ഇങ്ങനെ ഒരു കാലാവസ്ഥയൊന്നും നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ടാവില്ല. ഇതൊരു വേറെ മൂഡ്, അത് വേറൊരു വൈബ്. ഓണപ്പിന് ആ ലുക്ക് തന്നെ കണ്ടോ, ഇതിൽ അടിപൊളിയാട്ടോ. സൂപ്പർ അല്ലേ, അടിപൊളി.